വീണ്ടും വീണ്ടും ഷാബു പ്രസാദിലേക്ക് വരികയാണ്. ഷാബു പ്രസാദ്, പുനരവതരിപ്പിക്കേണ്ട ദിവസം എന്ന് നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞു. അങ്ങനെയുള്ളൊരു ദിവസം അദ്ദേഹം സഫലമായി സാർത്ഥകമായി ഉപയോഗിച്ചു എന്നൊരു തോന്നൽ ഈ ചർച്ച ഇത്രയും പുരോഗമിച്ചു കഴിഞ്ഞിട്ടും താങ്കൾക്കുണ്ടോ? അദ്ദേഹം കേരളത്തിനെതിരായ പരമ്പരാഗത ആരോപണങ്ങൾ BJP ഉന്നയിക്കുന്നത് യാന്ത്രികമായി അവിദഗ്ധമായി ആവർത്തിക്കുക മാത്രം ചെയ്തു. അദ്ദേഹം ബ്ലൂ പ്രിൻ്റ് അവതരിപ്പിക്കും എന്ന് അദ്ദേഹത്തിൻ്റെ അവതാരകനായ പ്രസാദ് ജോഷി പറഞ്ഞു വെച്ചിടത്ത് നിന്ന് അദ്ദേഹം ബ്ലൂ പ്രിൻ്റ് പോയിട്ട് അതിൻ്റെ ആമുഖം പോലും അവതരിപ്പിക്കാതെ നിന്നു. അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന, അദ്ദേഹത്തെ പോലെ ഒരു വ്യാപാരി വ്യവസായി, അങ്ങനെ ടെക്നോക്രാറ്റ്, അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരാഖ്യാനവും കേരളത്തിൽ അദ്ദേഹം അഭിസംബോധന ചെയ്യേണ്ട യുവാക്കൾക്ക് മുമ്പിലോ മറ്റേ വിദ്യാസമ്പന്നർക്ക് മുമ്പിലോ മധ്യവർഗത്തിന് മുമ്പിലോ അവതരിപ്പിക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു. അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് ആളുകൾ പോയാൽ, നിരീക്ഷകർ പോയാൽ അങ്ങ് എങ്ങനെ അതിനെ പ്രതിരോധിക്കും? ഇല്ല, എനിക്ക് ഇവിടെ ആരെയും പ്രതിരോധിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് എൻ്റെ കാഴ്ചപ്പാടുകൾ ഞാൻ മനസ്സിലാക്കിയത് പറയുക എന്നുള്ളത് മാത്രമേ ഇവിടെ ഉള്ളൂ. പിന്നെ ഓരോരുത്തരും ഓരോ ഇൻഫറൻസിലേക്ക്, ഓരോ നിഗമനങ്ങളിലേക്ക് പോകുന്നത് അവരവരുടെ കാഴ്ചപ്പാടുകളും അവരവരുടെ രാഷ്ട്രീയ നിലപാടുകളും അനുസരിച്ചായിരിക്കും. അങ്ങനെ ഓരോരുത്തരും പോകുമ്പോൾ അങ്ങനെ ഓരോരുത്തരെയും ഓടി നടന്ന് കൺവിൻസ് ചെയ്യാനൊന്നും അത് നടക്കുന്ന കാര്യമില്ല. ഈ രാജ്യത്ത് എല്ലാവർക്കും, നാട്ടിൽ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടേതായ, കൈരളിക്ക് കൈരളിയുടേതായ നയങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നത് ഇപ്പൊ കൈരളിയെയോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന മറ്റെന്റെ പ്രിയ സുഹൃത്തുക്കളെയോ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഞാൻ കൺവിൻസ്ഡ് ആയിട്ടുള്ള എന്റെ കൺവിക്ഷൻ പറയാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾക്ക് കൺവിൻസ് ആവുന്നോ ഇല്ലയോ എന്നുള്ളത് എന്റെ വിഷയമല്ല. ആർക്കൊക്കെ കൺവിൻസ് ആവും എന്നുള്ളതും എന്റെ വിഷയമല്ല. ഞാൻ കൺവിൻസ്ഡ് ആണ്, എന്റെ കൺവിക്ഷൻ ഞാൻ പറഞ്ഞു, അത്രയും. പിന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ ആദ്യ തുടക്കമേ ആയിട്ടുള്ളൂ സുഹൃത്തെ ചന്ദ്രശേഖര. തുടക്കം ഒരു ദിവസമല്ലേ ആയുള്ളൂ. അപ്പം ആ ആദ്യത്തെ ദിവസത്തിൽ തന്നെ കൈരളിയും ചന്ദ്രശേഖരനും ഒക്കെ രാജീവ് ചന്ദ്രശേഖരിൽ നിന്നൊക്കെ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു എന്ന് കേൾക്കാൻ ഒരു സുഖമുണ്ട് കേട്ടോ. അദ്ദേഹത്തിൽ നിന്ന്, അദ്ദേഹത്തെ പോലെ ഒരാളിൽ നിന്ന് ഞങ്ങൾ ഇതൊന്നും അല്ല പ്രതീക്ഷിച്ചത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൽ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അദ്ദേഹത്തിൽ പ്രതീക്ഷ ഇടപെടുന്നില്ല, അദ്ദേഹത്തിൽ പ്രതീക്ഷയുണ്ടായിരുന്നു എന്നല്ല പറഞ്ഞത്. അദ്ദേഹത്തിന്റെ മുന്നിൽ ഉണ്ടായിരുന്ന അവസരം ഉയർത്തിയ പ്രതീക്ഷയാണ്. അതദ്ദേഹം സഫലമായി അഭിമുഖീകരിച്ചില്ല എന്ന വിമർശനമാണ്. പറഞ്ഞാൽ മതി. ചന്ദ്രശേഖര കളി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ആയിക്കോട്ടെ. ഇനി നിളയിൽ കൂടെ വെള്ളം എത്ര ഒഴുകാൻ കിടക്കുന്നു. നമുക്ക് ഇനിയും വരും ദിനങ്ങളും ഇവിടെ തന്നെ ഉണ്ടല്ലോ. മറ്റേ രാജീവ് ചന്ദ്രശേഖർ എങ്ങും പോകാനൊന്നും പോകുന്നില്ലല്ലോ. എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു ടൈം മുഴുവൻ ഇവിടെ മുമ്പിൽ കിടക്കുന്നുണ്ടല്ലോ. ഇനി തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നു. അദ്ദേഹം ഇനി എന്തെല്ലാം കാര്യങ്ങൾ പറയാൻ കിടക്കുന്നു. ഒരു ദിവസം കഴിഞ്ഞല്ലോ. അദ്ദേഹത്തിന്റെ സമയം കൊടുക്കും നിങ്ങള്. അപ്പൊ പിന്നെ ഇവിടെ ഈ ഗുരുദേവനെ RSS ഹൈജാക്ക് ചെയ്തു, RSS തട്ടിക്കൊണ്ടു പോകാൻ. എവിടുന്ന് ആർക്ക് ഗുരുദേവനെ തട്ടിക്കൊണ്ടു പോകാൻ കഴിയുമെന്ന് ഗുരുദേവൻ അദ്ദേഹം തന്നെ ഇപ്പോൾ എവിടേക്ക് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ലാൽകുമാർ പറഞ്ഞു പറഞ്ഞാൽ അദ്ദേഹം ഒരു സനാതന ധർമ്മിയായിരുന്നു എന്ന് സ്ഥാപിക്കാൻ RSS ശ്രമിക്കുന്നു. അതിന് RSS സ്ഥാപിക്കേണ്ട കാര്യമൊന്നുമില്ല, RSS ശ്രമിക്കേണ്ട കാര്യമില്ല. ഗുരുദേവൻ തന്നെ ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണത്. അദ്ദേഹം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ, അങ്ങനെ അദ്ദേഹം വലിയ മാനവികമായ സന്ദേശങ്ങളൊക്കെ ലോകത്തിന് അദ്ദേഹം കൊടുത്തിട്ടുണ്ടെങ്കിലും അദ്ദേഹം കേരളത്തിൽ ഉടനീളം സ്ഥാപിച്ചത് ക്ഷേത്രങ്ങൾ മാത്രമാണ്. അദ്ദേഹം ക്ഷേത്രങ്ങളെ സ്ഥാപിച്ചിട്ടുള്ളൂ. അദ്ദേഹം മറ്റൊരു മത അല്ലെങ്കിൽ ഒരു ഇതിലേക്കും പോയിട്ടില്ല. ഞാൻ തർക്കിക്കൊന്നുമല്ല. അദ്ദേഹത്തോട് തന്നെ അത് അനുയായികൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അങ്ങനെ കയറി അങ്ങ് ദുർവ്യാഖ്യാനിക്കാനാവില്ല. അദ്ദേഹത്തിൻ്റെ ചോദ്യോത്തരങ്ങളൊക്കെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചു, എന്നോട് ഹിന്ദുമതത്തിൽപ്പെട്ടവരാണ് എന്നോട് ആരാധനാലയങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി സ്ഥാപിച്ചു തരണം എന്നാവശ്യപ്പെട്ടത്. ഇതര മതത്തിൽപ്പെട്ടവർ ആരാധിച്ചാൽ ഞാൻ അവർക്കും ആരാധനാലയങ്ങൾ സ്ഥാപിച്ചു കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വിദേശിയായ ക്രിസ്തീയ മതസ്ഥനായിട്ടുള്ള ഒരാൾ വന്ന് ക്രിസ്തുദേവൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എത്ര വയസ്സായെന്ന് ചോദിച്ചു. അയാൾ ഇത്ര വയസ്സായെന്ന് പറഞ്ഞു. അതിനും മുമ്പ് ക്രിസ്ത്യാനിയാണ് ഞാൻ എന്നും ഗുരു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗുരുവിനെ നമ്മൾ
അങ്ങനെ അങ്ങ് മറ്റേ അങ്ങനെ അങ്ങ് വ്യാഖ്യാനിച്ച് അങ്ങനെ ഇതായിട്ട് പറഞ്ഞു പോകാൻ പറ്റില്ല. പക്ഷേ അഭിപ്രായമാണ്. താങ്കൾ മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്, ആ ജാമ്യം പ്രസക്തവുമാണ്. അതുകൊണ്ട് തന്നെ താങ്കളുടെ അഭിപ്രായമാണ്. തുടരും. എന്തായാലും അദ്ദേഹം ഈഴവ ശിവനെ പ്രതിഷ്ഠിക്കാൻ അദ്ദേഹം പ്രതിഷ്ഠിച്ചു. ഒരു ഒരു ഈഴവ ക്രിസ്തുവിനെ അദ്ദേഹം ചെയ്തിട്ടില്ല. അത്രയും മനസ്സിലാക്കുക. നല്ല വാദമാണ്. അപ്പം ഓക്കെ. അപ്പം ഗുരുദേവൻ എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ മുഴുവനും സ്വത്താണ്. അദ്ദേഹം ഈ നമ്മുടെ കേരളത്തിന്റെ അഭിമാനമല്ല, കേരളത്തിന്റെ ആത്മാവാണ് അദ്ദേഹം. അതുകൊണ്ട് ഗുരുദേവനിൽ പ്രത്യേകിച്ച് ആർക്കും അവകാശവും ആർക്കും അവകാശപ്പെടാനും അങ്ങനെ പ്രത്യേകിച്ച് ആർക്കും അവകാശപ്പെടാനും കഴിയില്ല. അത്രയേ ഉള്ളൂ. അത് തന്നെയുള്ളൂ RSSന്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ പിന്നെ ഗുരുദേവനെ കഴുത്തിൽ കയറിട്ട് ഈ ഒരു ടാബ്ലോ ഒക്കെ ഈ അടുത്ത കാലത്ത് ഏതാനും വർഷങ്ങൾക്ക് കേരളത്തിൽ പോവുകയുണ്ടായി. അപ്പോൾ ഗുരുദേവനെ ആരാണ് അപമാനിക്കുന്നത്, ഗുരുദേവനെ ആരാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ ഉള്ളതിന് സമകാലീന സംഭവങ്ങൾ ഉദാഹരണവുമാണ്. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന പുസ്തകത്തിൽ EMS അതുപോലെ EMSന്റെ ഒക്കെ ഒരു കാഴ്ചപ്പാട് ഗുരുദേവനോടുള്ള എന്തായിരുന്നു എന്നുള്ളതും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ഒക്കെ പോട്ടെ, എല്ലാവർക്കും അവരവരുടെ കാഴ്ചപ്പാടുകളാകാമല്ലോ. ഇനി അതല്ല, ഇനി ഈ അധ്വാനിച്ച് സമ്പന്നനാവുക എന്ന് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതെന്തോ ഒരു മഹാപരാധം പോലെയാണല്ലോ നിങ്ങൾ ഈ പറയുന്നത്. ഗുരുദേവന്റെ ഒരു ചിത്രമുണ്ട്. അവിടെ അദ്ദേഹം വ്യവസായം കൊണ്ട് അഭിവൃദ്ധിപ്പെടുക എന്ന് പറഞ്ഞു. അതിന് പകരം ഇദ്ദേഹം അധ്വാനിച്ച് സമ്പന്നനാവുക എന്ന് പറഞ്ഞപ്പോൾ അത് വലിയൊരു ചരിത്ര വക്രീകരണമാണ്, എന്തോ ഒരു മഹാപരാധമാണ് എന്നൊക്കെ പറയുന്നതിൻ്റെ അകത്ത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ പ്രശ്നമെന്നുള്ളത്. അതായത് അധ്വാനിച്ച് നീ കാശുണ്ടാക്കടോ എന്ന് പറയുന്നത്, അധ്വാനിച്ച് പണം ഉണ്ടാക്കുന്നത് ഒരു കുറ്റകൃത്യമാണോ ചന്ദ്രശേഖര? കേരളത്തില്, ഈ നാട്ടില് അധ്വാനിച്ച് പണം ഉണ്ടാക്കുന്നവൻ കുറ്റവാളിയാകുന്ന ഒരവസ്ഥ കേരളത്തിൽ ഉണ്ട് എന്നുള്ളതൊരു സത്യമാണ്. അവൻ മുതലാളിയാകും, അവൻ മുതലാളിത്തത്തിന്റെ ചാരനാകും, അവൻ തൊഴിലാളി വർഗ വിരുദ്ധനാകും. അങ്ങനെ അവനെ ഇല്ലാതാക്കുന്ന ആ രീതിയിലുള്ളൊരു മനോഭാവം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. ശ്രീ ഷാബു, താങ്കൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടായി എന്ന് തോന്നുന്നു. ഗുരുദേവന്റെ പടം വെച്ചുകൊണ്ട് തൻ്റെ അഭിപ്രായം രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞെങ്കിൽ ആരും അതിൽ ഒന്നും പറയില്ലായിരുന്നു. ഇപ്പോൾ ഒരു നിരീക്ഷണം അവതരിപ്പിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഗുരുദേവന്റെ വാക്കുകളായിട്ട് കൊടുത്തിരിക്കുന്നു. കൊട്ടേഷൻ ചിഹ്നത്തിലാണ്, ഉദ്ധരണി ചിഹ്നത്തിലാണ് കൊടുത്തിരിക്കുന്നത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക, പ്രയത്നം കൊണ്ട് സമ്പന്നരാവുക. അങ്ങനെ ഗുരുദേവൻ പറഞ്ഞിട്ടില്ല. പ്രയത്നം കൊണ്ട് സമ്പന്നരാവുക എന്ന് പറഞ്ഞത് സ്വന്തം ഭൂതകാലത്തെ ന്യായീകരിക്കാനാണ് എന്ന തരത്തിൽ വ്യാഖ്യാനിച്ചത് താങ്കളുമാണ്. ഗുരുദേവന്റെ വാക്കുകൾ ഉദ്ധരിക്കുകയാണെങ്കിൽ ഗുരുദേവന്റെ വാക്കുകളായി ഉദ്ധരിക്കണം. ഗുരുദേവൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഗുരുദേവൻ ആദ്യത്തെ 2 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു കോണ്ടക്സ്റ്റിൽ വേറെ ഒരു ഉദ്ധരണിയിലാണുള്ളത്. അതാവട്ടെ വ്യവസായം കൊണ്ട് അഭിവൃദ്ധിപ്പെടുകയാണ്, അഭിവൃദ്ധി സമം സമ്പന്നത എന്നാണ് രാജീവ് ചന്ദ്രശേഖർ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ഗുരുദേവ വചനങ്ങൾ തിരുത്താനുള്ള മഹാഗുരു പദവി അദ്ദേഹത്തിനുണ്ട് എന്നൊരാൾക്ക് കരുതാം. അത് സ്വന്തം അഭിപ്രായം മാത്രമായിരിക്കും. തുടരുക. ഈ അഭിവൃദ്ധി പറഞ്ഞു കഴിഞ്ഞാൽ പണം ഉണ്ടാക്കുക എന്ന് മാത്രമല്ല അർത്ഥം എന്നുള്ളത് ഞാൻ അംഗീകരിക്കുന്നു. അതുപോലെ സമ്പന്നനാവുക എന്ന് പറഞ്ഞാലും കാശുണ്ടാകുക എന്ന് മാത്രമല്ല അർത്ഥം. എന്താണ് വിദ്യാസമ്പന്നൻ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? വിദ്യാസമ്പന്നൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? വിദ്യാസമ്പത്താണ്. അതായത് നിങ്ങൾക്ക് സൗകര്യമുള്ളതുപോലെ എന്തും വ്യാഖ്യാനിക്കാം, നിങ്ങൾക്ക് സൗകര്യമുള്ളതുപോലെ എന്തും പറയാം. നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. അതിനെയും ഞാൻ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഗുരുദേവന്റെ വാക്യം ഉദ്ധരിക്കുകയാണെങ്കിൽ ഗുരുദേവൻ പറഞ്ഞത് ഉദ്ധരിച്ച പോരെ? എന്തിന് ഞാൻ സൗഹൃദങ്ങളാൽ എന്ന് പറഞ്ഞു സൗഹൃദം കൊണ്ട് കാശുണ്ടാക്കുന്നു എന്നാണോ അതിന്റെ അർത്ഥം? രാജീവ് ചന്ദ്രശേഖര ഗുരുദേവൻ അല്ലല്ലോ. ഗുരുദേവൻ ഉന്നയിച്ച ഉദ്ധരണി ഉദ്ധരിക്കുന്നെങ്കിൽ ഗുരുദേവൻ പറഞ്ഞ പോലെ ഉദ്ധരിക്കണം. ഗുരുദേവന്റെ ഉദ്ധരണിയാണ് എന്ന് പറഞ്ഞ് അതിലേക്ക് സ്മഗിൾ ചെയ്താൽ ചോദ്യം ചെയ്യില്ലേ ആളുകള്? അത്രേ സംഭവിച്ചിട്ടുള്ളൂ. അതിനെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന കുറച്ചുകൂടെ കൺവേ ചെയ്യുന്ന രീതിയിൽ വ്യാഖ്യാനി. ഓക്കെ.
ഓക്കെ കുറ്റകൃത്യമൊന്നുമല്ല. ഓക്കെ മനസ്സിലായി. ആ അതെ അതെ, ക്രിമിനൽ കുറ്റമല്ല. അല്ലാതിരിക്കുന്നിടത്തോളം അങ്ങനെ തുടരാം. ഗുരുദേവന് സാധാരണക്കാരന് മനസ്സിലാവില്ല. രാജീവ് ചന്ദ്രശേഖരന്റെ മഹാഭാഷ്യങ്ങളിലൂടെ അദ്ദേഹം സാധാരണക്കാരിലേക്ക് എത്തിക്കോട്ടെ, ഒരു വിരോധമില്ല. ഗുരുദേവനാണല്ലോ എത്തുന്നത്, നടക്കട്ടെ. പ്രേംകുമാർ, ഗുരുദേവനെ കഴുത്തിൽ കയറിട്ട് കൊണ്ടുപോകാൻ CPM കാണിക്കുന്നതും അവരുടെ സ്വാതന്ത്ര്യമാണ്. ആയിക്കോട്ടെ. ഒരു ടാബ്ലോ കണ്ടാൽ അത് ഏത് തരത്തിൽ മനസ്സിലാവുമെന്ന് അരസികേഷു കാവ്യ നിവേദനം ശിരസി മാലിക അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. പ്രേംകുമാർ, ഗുരുദേവന്റെ ലളിത വ്യാഖ്യാതാക്കൾ രംഗത്ത് വരുന്നു. ഇത് തന്നെയാണ് അപകടം. താങ്കൾ നേരത്തെ പറഞ്ഞില്ലല്ലോ ഗുരുദേവൻ കഠിന ഭാഷ പറഞ്ഞ ഒരു മനുഷ്യനാണ്. സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹത്തെ ലളിതമാക്കി അവതരിപ്പിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ ചെയ്യുന്നത്. രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രഖ്യാപിത ദൗത്യം BJP അധികാരത്തിൽ കൊണ്ടുവരികയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സമാന്തര ദൗത്യം, അദ്ദേഹത്തിന്റെ ചെറു ദൗത്യം ഇതാണ്: ഗുരുദേവനെ സാധാരണ ജനങ്ങൾക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുക. അപ്പോൾ ഗുരുദേവൻ പ്രയോഗിച്ച ചില വാക്കുകളൊക്കെ മാറി എന്ന് വരും. അതിനെ ചോദ്യം ചെയ്യാൻ നിൽക്കരുത്. ചന്ദ്രശേഖര, ഇവിടെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ സംസാരിക്കുന്നത് നിങ്ങളാണ്. അത് ശരി, കൈരളി TV ആണ്, എനിക്കറിയാം. നിങ്ങൾക്ക് നിങ്ങളുടേതായ നയമുണ്ട്. ചർച്ചയെ അതിൻ്റെതായ നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ കൊണ്ടുപോകാനുള്ളത് നിങ്ങളുടെ ജോലിയാണ്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, ഇതൊക്കെ ചെയ്തുകൊണ്ട് തന്നെ കുറച്ചുകൂടെ മാന്യമായിട്ടും കുറച്ചുകൂടെ സമയം ആ രീതിയിലും നിങ്ങൾക്ക് ഈ ചർച്ച കൊണ്ടുപോകാൻ കഴിയും. ആ രീതിയിൽ കൊണ്ടുപോകണം എന്ന് എനിക്ക് നിങ്ങളുടെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. പ്ലീസ്. ഷാബു, ഞാൻ ചർച്ചയിൽ ആളുകൾക്ക് സമയം കൊടുക്കാറുള്ള ആളാണ്, അനാവശ്യമായിട്ട് ഇല്ലാത്ത ആളാണ്. അത് താങ്കളുടെ അല്ല, അതെന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞൊരു വാദം, ഞാൻ പറഞ്ഞ ആമുഖമായി ചോദ്യത്തിൽ ഉന്നയിച്ച ഒരു വാദത്തെ താങ്കൾ വക്രീകരിച്ച ഘട്ടത്തിലാണ് എന്നെ വക്രീകരിച്ച എനിക്ക് ഇടപെടാതെ പറ്റൂ. തടസ്സപ്പെട്ടില്ലല്ലോ, താങ്കളെല്ലാം പറഞ്ഞല്ലോ. തടസ്സപ്പെട്ടു. ഓ, അത് ശരി. ഞാൻ സംസാരിക്കുമ്പോൾ ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോ അങ്ങ് തടസ്സപ്പെടുത്തുകയല്ലേ? അത് ഭാഷയിൽ അത് ഇടപെടലാണെങ്കിൽ എന്റെ ഭാഷ അത് സാധാരണ കണ്ടിരിക്കുന്നവർക്ക് അത് തടസ്സപ്പെടുത്തലാണ്. പോലുള്ള കാര്യമാണ്. എന്നെ ഉദ്ധരിച്ച് സംസാരിച്ചാൽ ശ്രീനാരായണ ഗുരു നേരിട്ട് വന്ന് ഇടപെടാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ഉദ്ധരണികൾ വളച്ചൊടിച്ചാൽ, എൻ്റെ ഉദ്ധരണികൾ വളച്ചൊടിച്ചുകൊണ്ട് സംസാരിച്ചാൽ ഞാൻ ചിലപ്പോൾ ഇടപെട്ട് സംസാരിച്ചു എന്ന് വരും. ക്ഷമിക്കുക. താങ്കൾ സംസാരിച്ച് തീർന്നോ? താങ്കളുടെ ആ കാര്യം കൺക്ലൂഡ് ചെയ്തോ? അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. എന്നാ ഇപ്പൊ പാലത്തിൽ കൂടി താങ്കൾ തന്നെ കുറച്ചു ദൂരം മുന്നോട്ട് പോയി ഇത് കൺക്ലൂഡ് ചെയ്യൂ, താങ്കളുടെ വാദം. അല്ല, ഇപ്പൊ അപ്പൊ ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയിട്ടേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ആദ്യ ദിവസമാണിന്ന്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് വളരെ വ്യക്തമായിട്ട് മുൻപോട്ട് വെച്ചിട്ടുണ്ട്. അതിനെ ഓരോരുത്തർക്ക് അവരവരുടെ പൊളിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച്, അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ അനുസരിച്ച് കാണുകയോ അതിനെ വ്യാഖ്യാനിക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ അദ്ദേഹത്തിന്റെ റൂട്ട് മാപ്പ് വളരെ ക്ലിയർ ആണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ കൃത്യമായ പദ്ധതികളുണ്ട്. അത് BJP കേന്ദ്ര നേതൃത്വം അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു വലിയ ടീം അദ്ദേഹത്തിന്റെ ഒപ്പമുണ്ട്. ആ ടീമിന്റെ ഒരു ടീം ലീഡറായി കേരളത്തിൽ ഒരു വലിയ രാഷ്ട്രീയ ചലനം ഉണ്ടാക്കാൻ വരും ദിനങ്ങളിൽ രാജീവ് ചന്ദ്രശേഖരൻ കഴിയുക തന്നെ ചെയ്യും.